മെയിൻ സിനിമേൻ്റെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്കാപ്പ് ഇങ്ങോട്ട് പോയി. എന്ത് ചെയ്യണം പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ടെൻഷനായിട്ടിരിക്കുകയാണ്. സോ നമ്മുടെ സാങ് ടെൻഷനായിട്ട് എന്താ പോലീസിനെ വിളിക്കാണ്. ബട്ട് ആ കോൾ കണക്റ്റ് ആണല്ലോ. സോ നമ്മുടെ ഹീറോ അവളെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നീ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഗെയിം ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടില്ലേ? അപ്പോൾ അവൾ ചോദിക്കുക അത് ഇതുമായിട്ട് എന്താ ബന്ധം? സോ കൺസിഡർ ദിസ് ആസ് ഒരു ഗെയിം. സോ ഈ ഒരു ഗെയിമിൽ നമ്മൾ സർവൈവ് ചെയ്യണം. സോ ആ സർവൈവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ റൂൾസ് ഫോളോ ചെയ്യണം. ഓക്കെ പറഞ്ഞിട്ട് അവളെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആലോചിക്കണം, സോ ഇത് ഗെയിമാണ്, ആ ഒരു നോവലിലുള്ള ഗെയിമാണ്. സോ ഇതിൽ എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യുക. സോ ആ ടൈമിലേക്കും ഒരു ക്യാരക്ടർ വന്നിട്ട് മറ്റേ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എല്ലാവരും നിങ്ങൾ കാം ഡൗൺ ചെയ്യൂ, കാം ഡൗൺ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിർത്തൂ. സോ ഇപ്പോൾ ഈ ചെറിയ സിറ്റുവേഷനിലും കാം ഡൗൺ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് വലിയ ത്രെട്ട് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പറയുന്നുണ്ട്. സോ ഇതൊക്കെ പറയും നീ ആരാണോട്ട് നമ്മുടെ പാസഞ്ചേഴ്സ് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹേയോങ് സിയോൺ ലീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലീ എന്ന് കൊടുക്കാം. സോ ഈ ലീ എന്ന് പറയാം, ഞാൻ ആർമിയിലെ ലുട്ടനൻ്റ് ആണ്. സോ ഞാൻ എൻ്റെ ബേസായിട്ട് ഞാൻ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവിടെ നിന്നൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ നമ്മുടെ ഹീറോ എന്തെങ്കിലും ഇത് ഞാൻ നോവൽ വായിച്ച അതേ ക്യാരക്ടറാണല്ലോ, ഇവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് നോവലുള്ളത് അതേപോലെയാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് അവൻ ആ ബേസിൽ നിന്ന് വന്നിട്ടുള്ള മെസ്സേജ് കാണിക്കുന്നുണ്ട്. അതായത് പറയുന്നത് ഇത് നാഷണൽ ലെവൽ ത്രെട്ടാണ്, ഇതൊരു ഡ്രില്ലും കാര്യങ്ങളൊന്നുമില്ല. സോ എത്രയും പെട്ടെന്ന് ബേസിക്ക് എത്താൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിരുന്നുള്ളത്. എന്നാൽ എന്താ പ്രശ്നം, നമുക്ക് ബേസിൽ പോവാം എന്നിട്ട് പറയുന്നുണ്ട്. ബട്ട് അത്ര എളുപ്പമല്ല, എനിക്കത് എത്ര നേരമായിട്ട് ഞാൻ ബേസിൽ കണക്ട് ചെയ്യാൻ നോക്കി, സാധിക്കില്ല പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ എന്നാൽ പ്രസിഡൻറ്റിനെ കോൺടാക്ട് ചെയ്യാണ്ട് പറയുന്നുണ്ട്. സോ ഞാൻ നോർമൽ സോൾജറാണ്, എനിക്കങ്ങനെ പ്രസിഡൻറ്റിനെ കോൾ ചെയ്യാൻ സാധിക്കില്ല പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ നമ്മുടെ ഹീറോ എന്തിക്കാണ്, അതായത് നോവലിൻ്റെ പ്രകാരമാണെങ്കിൽ ഇവൻ ഫസ്റ്റ് സിനിമയുടെ ശേഷമാണ് ഈ ലീ വരേണ്ടത്. ബട്ട് ഇവനിപ്പോൾ വന്നിട്ടുള്ളത് ഫസ്റ്റിൽ തന്നെയാണ്. സോ എന്താ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും പറയുന്നത് നോക്ക് നമ്മുടെ ഒരു സ്പീച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, പ്രൈം മിനിസ്റ്ററിനെ വന്നിട്ട് പറയുന്നുണ്ട്. സോ പ്രൈം മിനിസ്റ്റർ ഒരു സ്പീച്ചും കാര്യങ്ങൾ പറയണം, അതായത് ഇത് നാഷണൽ ലെവലിൽ ടെററിസ്റ്റ് അറ്റാക്കാണ്. സോ എല്ലാവരും മാക്സിമം സേഫ്റ്റിയിൽ ഇരിക്കുക, അങ്ങനെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ കൊറിയയിലെ സോളിലൊക്കെ ഇപ്പോൾ ഇത് ടെററിസ്റ്റ് അറ്റാക്കാണ് പറഞ്ഞിട്ടൊക്കെ പറയുന്നത്. സോ എല്ലാവരും ചിന്തിക്കുന്നത് എന്ത് പറ്റി, പ്രസിഡൻറ്റ് എവിടെ പോയി, ഇത് പ്രൈം മിനിസ്റ്റർ സ്പീച്ച് ചെയ്യുന്നത്, പ്രസിഡൻറ്റ് എന്ത് പറ്റി എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പോഴേക്കും ഈ സ്പീച്ച് അനൗൺസിൻ്റെ പ്രസിഡൻറ്റ് തല പൊട്ടി ചോര തെറിച്ചിട്ട് അവിടെ മരിക്കുന്നുണ്ടാവാം. അപ്പം നമ്മൾ ഡോക്കപ്പ് ചിരിച്ചിട്ട് പറയും ഇത് നാഷണൽ ലെവൽ ത്രെട്ടും പറയും കാര്യമൊന്നുമല്ല, ദിസ് ഈസ് എ റിയൽ ഗെയിം. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു വേൾഡ്, ഈ ഒരു കൺട്രിയിലുള്ള ആൾക്കാരെല്ലാം ഗെയിം കളിക്കാൻ ഭയങ്കര ബെറ്ററാണ്, ഗുഡ് എന്താ പറയുക പ്ലേയേഴ്സാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഗെയിം കുറച്ചൊരു ഡിഫിക്കൽട്ടി ഗെയിം മൂവ് ചെയ്താലോ എന്ന് പറയുന്നത്. അതായത് 30 മിനിറ്റുള്ള ടൈം ആണല്ലോ, ഇപ്പോൾ 24 മിനിറ്റ് 23 മിനിറ്റ് ആയി. സോ നമ്മുടെ ഡോക്കാബ് എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നേരെ 10 മിനിറ്റാക്കി ചുരുക്കി കൊടുത്തു. എന്നിട്ട് അടുത്തൊരു കൂടി കൊടുത്തു. ഈ സിനാരിയോക്ക് അടുത്ത 5 മിനിറ്റിനുള്ളിൽ 2 കൊല്ലണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണത്തിനെങ്കിൽ അടുത്ത 5 മിനിറ്റിനുള്ളിൽ കൊന്നില്ലെങ്കിൽ ഈ ക്യാബിനറ്റിലുള്ള എല്ലാവരും ഡെറ്റ് മരിക്കുമെന്ന് പറയുന്നത്. സോ ഇതേ ടൈമിലേക്ക് അപ്പുറത്തെ ഒരു ക്യാബിനറ്റിൽ ഫുള്ള് ബ്ലഡും കാര്യങ്ങളൊക്കെ. സോ അവിടെ ഈ സിനാരി എന്താ പറയുക മെയിൻ സിനാരി നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആൾക്കാർ പോയിട്ട് അവിടെ നിന്ന് ആരും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പോകുന്ന ടൈമിലേക്ക് അടുത്ത ക്യാബിനറ്റിൻ്റെ ഡോറ് ഷീൽഡായി ആയിട്ട് ചെയ്യുക. സോ ആർക്കും ഈ ഒരു അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ ഈ സിനാരിയോ കഴിയുന്നവരെ എൻ്റർ ഇല്ല. ഓക്കെ നമ്മുടെ പ്രൊട്ടാഗനിസ്റ്റ് നമ്മുടെ കിം വിചാരിച്ച അതായത് നോവൽ എങ്ങനെ വായിച്ചത് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതായത് ഫസ്റ്റ് സിനാരിയോന് ശേഷം വരേണ്ട ആൾ ഇപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നു. ഓക്കെ ഇവനൊക്കെ വന്നിരിക്കണു. അപ്പം നമ്മുടെ മെയിൻ ഹീറോ എവിടെ വന്നിട്ട് നമ്മുടെ ഹീറോ അതായത് മെയിൻ പ്രൊട്ടാഗനിസ്റ്റ് നോവലിലെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ് എവിടെ വന്നിട്ട് നമ്മുടെ കിം ചിന്തിക്കുകയാണ്. സോ ഇപ്പം നമ്മുടെ ഡോക്കാബി ഒരു പ്രൊജക്റ്റൈൽ കാണിക്കുന്നുണ്ട്. സോ അതിൽ ഇതേ സിനാരിയോ ഒരു ഹൈസ്കൂൾ ഏതോ പ്ലേസിൽ ഹൈസ്കൂളിൽ വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഹൈസ്കൂളിൽ ഓരോ ഗേൾസും അവരുടെ തല ബ്ലാസ്റ്റ് ചെയ്ത് അവർ മരിക്കുകയാണ്. എല്ലാവരും ടെൻഷനും ആയിട്ടുണ്ട്. ബട്ട് ഒരു കുട്ടി മാത്രം തൻ്റെ ക്ലാസ്മേറ്റിനെ എന്താ പറയുക കഴുത്ത് നെരിച്ച് കൊല്ലുകയാണ്. ആ ഒരു സിനാരിയോ പാസ്സാകുകയാണ്. സോ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ജിയലി എന്തോ ആണ്. സോ അവൾ മാത്രം പാസ്സായി പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റിലൊക്കെ കാണിച്ച് നമ്മുടെ ഡോക്കാബി എങ്ങനെയുണ്ട്, ഭയങ്കര ഫണ്ണായിട്ടില്ലേ പറഞ്ഞിട്ട് പറയാണ്. സോ അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഒരെണ്ണത്തിനെ കൊല്ലണമല്ലോ, ഇനി അടുത്ത ഒരെണ്ണമായിട്ട് മരിക്കും. സോ നമ്മുടെ ഹീറോ കിം എന്ത് ചെയ്യണം പറഞ്ഞിട്ട് ചക്ക എന്നിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അടുത്ത ചാപ്റ്ററായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ സീ യു.